ക്രിസ്തുയേശുവിൻ്റെ പരിശുദ്ധ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇടർച്ച എന്നുള്ള വിഷയത്തിൻ്റെ അടുത്ത പാഠത്തിലേക്കാണ് നാം കടന്നു വന്നിരിക്കുന്നത്. ഇടറുക എന്ന് പറഞ്ഞാൽ നിൽക്കുന്ന സ്ഥാനത്തു നിന്ന് മാറിപ്പോവുക, അതുവഴി ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് അറ്റുപോവുക എന്നുള്ളതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇങ്ങനെ ഇടറിപ്പോയവർ അവർ പിന്നീട് ദൈവത്തിൻ്റെ മുമ്പാകെ ക്രമീകരണം പ്രാപിക്കാൻ സാധിക്കാതെ വീഴ്ചയിലേക്കും താഴ്ചയിലേക്കും പോയിട്ടുള്ളത് കൊണ്ട് ഈ വിഷയം നമ്മൾ ശ്രദ്ധയോടുകൂടി നമ്മുടെ ജീവിതവും നമ്മൾ ആ മഹാദിവസം കർത്താവിന്റെ സന്നിധിയിൽ നിൽക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ഓട്ടം ഓടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആഗ്രഹം ഇതൊന്നു മാത്രമാണ്: കർത്താവെ, ഇടർച്ച വരരുത്. ഇടർച്ച വരാതിരിക്കുന്ന അസാധ്യമെന്ന് കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഒരിടർച്ച വന്നാൽ അതുകൊണ്ട് ബലം ധരിച്ച് വീണ്ടും പൂർവാധികം ശക്തിയോടെ ഉറയ്ക്കുവാൻ കർത്താവിൻ്റെ ജനത്തിന് ശക്തി നൽകുന്നവനാണ് ദൈവം. ഇന്ന് നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിൽ ചിന്തിക്കുന്ന വിഷയം ഇടർച്ചയ്ക്കുള്ള ഒരു കാരണമായിട്ട് യിരെമ്യാ പ്രവചനം 50-ാം അധ്യായത്തിൻ്റെ 32-ാം വാക്യത്തിൽ, അഹങ്കാരി ഇടറി വീഴും, ആരും അവനെ എഴുന്നേൽപ്പിക്കുകയില്ല. ഞാൻ അവൻ്റെ പട്ടണങ്ങൾക്ക് തീ വയ്ക്കും, അത് അവൻ്റെ ചുറ്റുമുള്ള എല്ലാവരെയും ദഹിപ്പിച്ച് കളയും. ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 50-51 വാക്യങ്ങൾ, അവനെ ഭയപ്പെടുന്നവർക്ക് അവൻ്റെ കരുണ തലമുറ തലമുറയോളം ഇരിക്കുന്നു. തൻ്റെ ഭുജം കൊണ്ട് അവൻ ബലം പ്രവർത്തിച്ചു, ഹൃദയ വിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചിരിക്കുന്നു. പ്രഭുക്കന്മാരെ സിംഹാസനത്തിൽ നിന്നിറക്കി താണവരെ ഉയർത്തിയിരിക്കുന്നു. ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ വായിച്ചത് 3 വചനത്തിൻ്റെ ഖണ്ഡമാണ്. ഒന്നാമത്തത് എഴുതിയിരിക്കുന്നത്, തന്നെ ഭയപ്പെടുന്നവർക്ക് അവൻ്റെ കരുണ തലമുറ തലമുറയോളമുണ്ട്. ഒരു മനുഷ്യന് അപകടമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ദോഷം വരാനിരിക്കുന്നുണ്ടെങ്കിൽ, അതിന് മുന്നമേ തന്നെ അവനിൽ കാണുന്ന അടയാളമാണ് ഭയം നഷ്ടപ്പെടും. ദൈവഭയം അവനിൽ നിന്ന് മാറിപ്പോകും. അതുകൊണ്ട് വചനം പറയുന്നത്, എപ്പോഴും ഭയത്തോടിരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാനാണ്. ഭയം മാറിയിട്ടൊരു ജീവിതം ക്രിസ്തീയ ജീവിതത്തിൽ ഉണ്ടാകരുത്. കാരണം ജഡത്തിൽ ജീവിക്കുന്ന കാലത്തോളം ഏത് സമയത്തും കഷ്ടം വരാം, ഏത് സമയത്തും വീഴ്ച വരാം, ഏത് സമയത്തും വഴിതെറ്റിപ്പോകാം. ഇങ്ങനെ ഏത് സമയത്തും മനുഷ്യന് വരാനിരിക്കുന്ന ആപത്തിനെക്കുറിച്ച് അവനൊരു നിശ്ചയവുമില്ല. സദൃശവാക്യങ്ങളുടെ പുസ്തകത്തിൽ നമ്മൾ പഠിക്കുന്നത്, വീഴ്ചയ്ക്ക് മുമ്പേ ഉന്നതഭാവം, മാനത്തിന് വീഴ്ചയ്ക്ക് മാനത്തിന് മുമ്പേ വിനയം, വീഴ്ചയ്ക്ക് മുമ്പേ ഉന്നതഭാവം. അപ്പോൾ ഒരു മനുഷ്യന് വീഴ്ചയുണ്ടെങ്കിൽ അതിന് മുൻപായി വെളിപ്പെടുന്ന 2 കാര്യങ്ങളാണ് ഗർവവും ഉന്നതഭാവവും. ഞാൻ മോശമല്ല എന്ന് എനിക്ക് തന്നെ തോന്നുമ്പോഴാണ് ചിന്തിച്ചു കൊള്ളണം, നിശ്ചയമായിട്ടും ഇതിൻ്റെ പിന്നാലെ വരുന്നുണ്ട്, വീഴ്ച വരുന്നുണ്ട്, അപകടം വരുന്നുണ്ട് എന്നുള്ളത്. അതിൻ്റെ കൂട്ടുവചനം തന്നെയാണ് 1 കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത്, ആകയാൽ നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ നോക്കിക്കൊള്ളട്ടെ. ഞാൻ ഇന്ന് നിൽക്കുന്നുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ, നിൽക്കുന്നുണ്ട് എന്ന് തോന്നി ഗർവം മനസ്സിൽ വന്നു, ഉന്നതഭാവം മനസ്സിൽ വന്നു, അഹങ്കാരം മനസ്സിൽ വന്നു, ഇങ്ങനെയൊക്കെ വന്നാൽ ഓർത്താൽ മതി, നിശ്ചയമായിട്ടും എന്തോ അപകടം മുൻപിലേക്ക് വരാൻ പോകുന്നുണ്ട്. എന്നാൽ മാനത്തിന് വിനയം മുന്നോടിയാകും. വിനയമുണ്ടെങ്കിൽ, താഴ്ചയുണ്ടെങ്കിൽ, തന്നെത്താൻ താഴ്ത്തുന്ന അനുഭവം ഉണ്ടെങ്കിൽ ഓർത്താൽ മതി,
അതിൻ്റെ പിന്നാലെ ഒരു അംഗീകാരം, ദൈവത്താൽ ഒരു മാനം വരുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിവിടെ ചിന്തിച്ചതിൻ്റെ കാരണം, കർത്താവ് ഏത് സമയത്തും ഈ ലോകത്തിൽ മനുഷ്യരുടെ ഇടയിലേക്ക് വരാം. പാപം കൂടാതെ തനിക്ക് വേണ്ടി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായിട്ട് യേശു വരും, വീണ്ടും വേഗം വരും. അങ്ങനെ വരുമ്പോൾ ആ സമയത്ത് അനേകർ ഇടറിപ്പോകാൻ സാധ്യതയുണ്ടെന്ന് ദൈവത്തിൻ്റെ വചനം രേഖപ്പെടുത്തിയിരിക്കുന്നതുകൊണ്ട് ആ സംഭവിക്കാനുള്ള ഇടർച്ചയിൽ നിന്ന് രക്ഷ പ്രാപിപ്പാൻ ചിന്തിക്കുന്ന വചനങ്ങളാണ് ഈ പാഠങ്ങളിൽ. അതുകൊണ്ട് നമ്മൾ അറിഞ്ഞ് ശ്രദ്ധയോടെ ഇരുന്നാൽ അതിനെ ഒഴിഞ്ഞു പോകാൻ സാധിക്കണം. ഇവിടെ നമ്മൾ വായിച്ച വചനഭാഗത്തിൻ്റെ 1-ാം ഭാഗം, ദൈവത്തെ ഭയപ്പെടുന്നവർക്ക് അവൻ്റെ കരുണ തലമുറയോടെ ഇരിക്കുന്നു. എപ്പോഴും അവന് ഭയമുണ്ടാകണം. 2, തൻ്റെ ഭുജം കൊണ്ട് അവൻ ബലം പ്രവർത്തിച്ചു, ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചിരിക്കുന്നു. ദൈവം തൻ്റെ ഭുജം കൊണ്ട് ബലം പ്രവർത്തിക്കുന്നു. മഹാപ്രവൃത്തി തൻ്റെ ഭുജം കൊണ്ട് ചെയ്യുന്നവനാണ്. ആർക്കും അറിയാൻ സാധിക്കില്ല. ഒരു മനുഷ്യനും ദൈവം ചെയ്യുന്ന പ്രവൃത്തി എന്താണെന്ന് ആർക്കും ഗണിക്കാൻ പറ്റില്ല. കാരണം ദൈവത്തിൻ്റെ ഭുജമാണ് ഇടപെട്ടതെന്ന് അറിഞ്ഞാൽ ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളായിരിക്കും പിന്നെ സംഭവിക്കാൻ പോകുന്നത്. മിസ്രൈമ്യരുടെ കയ്യിൽ നിന്ന് ഇസ്രായേൽ ജനം വിടുവിക്കപ്പെട്ട് അഗ്നിസമ്പത്തിലും മേഘസമ്പത്തിലും ദൈവം തൻ്റെ ജനത്തെ നടത്തിക്കൊണ്ട് പോവുകയാണ്. ചെങ്കടലിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവരവിടെ നിന്നു. ഇതാ നോക്കുമ്പോൾ ഫറവോനും സൈന്യവും ശക്തിയുള്ള തൻ്റെ സകല പട്ടാളങ്ങളുമായിട്ട് പിന്നാലെ എത്തി വരുന്നു. എന്താണെന്നറിയാമോ? തിരിച്ചിവരെ കൊണ്ടുപോയി അടിമകളാക്കാൻ. വരുന്നത് കണ്ടപ്പോഴേ അവർ പേടിച്ചുപോയി. അവരവിടെ പിറുപിറുത്തു, നിലവിളിച്ചു. മിസ്രൈമിൽ ചൗക്കുഴിയില്ലാഞ്ഞിട്ടാണോ ഞങ്ങളെ ഈ ചെങ്കടലിൻ്റെ തീരത്തേക്ക് കൊണ്ടുവന്നത് എന്ന് പറഞ്ഞ് അവർ നിലവിളിച്ചു. കാരണം മുമ്പിൽ നോക്കുമ്പോൾ ചെങ്കടൽ, നമ്മളെ കടലിൻ്റെ അടുക്കൽ ചെന്ന് നോക്കി എല്ലാ വശത്തു നിന്നും അപകടം വരുന്നുവെങ്കിൽ നമ്മൾ എങ്ങോട്ട് പോകും? മുമ്പിൽ ചെങ്കടല, കടല. കടലിൽ വെള്ളം പറ്റി പോകുമെന്നുള്ളത് ഒരു ചിന്തിക്കാൻ പോലും സാധിക്കാത്തൊരു കാര്യമാണ്. ആ സമയത്താണ് ദൈവത്തിൻ്റെ കരം ഇടപെടുന്നത്. തൻ്റെ മഹത്വമുള്ള ഭുജം മോശയുടെ വലം കൈക്കൽ ചെല്ലുമാറാക്കി ചെങ്കടലിനെ വിഭാഗിച്ചു. അപ്പോൾ ദൈവത്തിൻ്റെ ഭുജം അവിടെ ഇടപെടുക. എന്തിന്? തൻ്റെ ഉങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ഈ ചെങ്കടലിനെ വിഭാഗിക്കാൻ കർത്താവിൻ്റെ ഭുജം ഇടപെടുക. അങ്ങനെ ചെങ്കടലിനെ വിഭാഗിച്ചു. ഉണങ്ങിയ നിലത്തുകൂടി ഇസ്രായേൽ ജനം മറുകര കടന്നു. പിന്നാലെ ഇതാ ഫറവോനും സൈന്യവും അതേപോലെ തന്നെ വന്ന് സമുദ്രത്തേക്ക് ഇറങ്ങി. മധ്യഭാഗം ഏകദേശം ആയപ്പോഴേക്കും മോശ കൈ പിൻവലിച്ചു. സമുദ്രം വന്നു കൂടി. ഇസ്രായേൽ ജനം ഒന്നുപോലും നഷ്ടപ്പെട്ടു പോകാതെ വണ്ണം മരുഭൂമിയിൽ രക്ഷപ്പെട്ടു. ഫറവോൻ സൈന്യം ഒന്നുപോലും രക്ഷപ്പെടാതെ ആ ചെങ്കടലിൽ മുങ്ങി നശിച്ചു. ഇത് സംഭവിച്ചപ്പോൾ ഇത്രയും പറഞ്ഞതിൻ്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ, ദൈവത്തിൻ്റെ ഭുജം ഇടപെടുമ്പോൾ ആ ഇടപെടുന്ന ഭുജം നിമിത്തം സംഭവിക്കുന്നത് എന്തെന്ന് മനുഷ്യബുദ്ധിക്ക് കണക്ക് കൂട്ടാൻ സാധിക്കില്ല. ഇതുപോലൊരു പ്രവൃത്തിയാണ് കർത്താവ് 2000 വർഷങ്ങൾക്ക് മുമ്പ് ചെയ്തതെന്നാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. കർത്താവിൻ്റെ അമ്മ മറിയ തനിക്ക് ലഭിച്ച ആ ദിവ്യമായിട്ടുള്ള കരുണ, ആ കരുണയിൽ ആനന്ദിച്ച് ആത്മാവിൽ പറയുന്ന വാക്കുകളാണ്. ആ പറയുന്ന വാക്കുകൾ ഒന്നാമത്തെ ഘട്ടം നമ്മൾ ചിന്തിച്ചു, അവനെ ഭയപ്പെടുന്നവർക്ക് തലമുറയോളം അവൻ്റെ കരുണയുണ്ട്. തൻ്റെ മഹത്വമുള്ള ഭുജം കൊണ്ട് അവൻ ബലം പ്രവർത്തിക്കും. ഈ പ്രവർത്തിക്കുമ്പോൾ എന്താ വിഷയം എന്നറിയാമോ? ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിക്കും. ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ കാണുന്നത് ദൈവത്തിൻ്റെ ഭുജമാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ
ഹൃദയ വിചാരത്തിൽ അഹങ്കരിച്ചിരിക്കുന്നവരുണ്ട്. ഹൃദയ വിചാരത്തിൽ അഹങ്കാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രാജാവ് ഹാമാനോട് ചോദിച്ചു, രാജാവ് ബഹുമാനിക്കാൻ ഇച്ഛിക്കുന്നവന് എന്തെല്ലാം ചെയ്യണം? ഹാമാൻ ഉള്ളിൽ ഒരു സന്തോഷം. എന്താണെന്നറിയോ? എന്നെ അല്ലാതെ ആരെയാ രാജാവ് ഇത്ര ബഹുമാനിക്കുന്നത്? കാരണം മൊർദെഖായി എന്ന് പറയുന്ന ആള് ശത്രുവായിട്ട് കണക്കൂട്ടിയിട്ടുള്ള യഹൂദനും ഒരിക്കലും അവനെ അടുത്ത ദിവസം തൂക്കിക്കൊല്ലാനായിട്ട് ഹാമാൻ പദ്ധതി ഇട്ടിരിക്കുന്ന ഈ സമയത്താണ് രാജാവ് ചോദിക്കുന്നത്, രാജാവ് ബഹുമാനിക്കാൻ ഇച്ഛിക്കുന്നതിന് എന്തെല്ലാം ചെയ്യണം? ഹാമാൻ ഒരു ലിസ്റ്റ് അങ്ങോട്ട് പറഞ്ഞു. രാജാവ് കയറുന്ന കുതിര, രഥം, വസ്ത്രം, ഈ ഇങ്ങനെ വേണ്ട, ഒരു രാജപദവിക്ക് എന്തെല്ലാം ഉണ്ടോ അത് മുഴുവനും അങ്ങ് പറഞ്ഞു. കാരണം ഇത് കിട്ടാൻ പോകുന്നത് എനിക്കല്ലേ, ഈ പദവി മുഴുവൻ ലഭിക്കാൻ പോകുന്നത് എനിക്കല്ലേ. അപ്പൊ അതുകൊണ്ടൊരു ഭാരമില്ല, സന്തോഷമാണ്. പറഞ്ഞു തീർന്നു. രാജാവ് പറഞ്ഞു, ഇതിലൊന്നുപോലും കുറയ്ക്കരുത്, ഒന്നുപോലും കുറയ്ക്കാൻ പാടില്ല. നീ പറഞ്ഞത് മുഴുവനും അവിടെ ഇരിക്കുന്ന മൊർദെഖായിക്ക് ചെയ്യണം. നടുങ്ങിപ്പോയി. എന്താ കേട്ടെ? എന്താ താൻ പറഞ്ഞത്? എന്താ രാജാവ് ചോദിച്ചത്? പരസ്പരം ഹൃദയത്തിൽ ധ്യാനിക്കാൻ പറ്റാത്ത നിലയിലായിപ്പോയി. എന്താ എന്താ കേട്ടത്? അവിടെ നിന്ന് പറഞ്ഞത് കേട്ട് അങ്ങനെ തന്നെ പോയി മൊർദെഖായിക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ ചെയ്തു. മാത്രമല്ല, മൊർദെഖായിയുടെ രഥത്തിന് മുമ്പ് രാജാവ് ബഹുമാനിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നതിന് ഇങ്ങനെയെല്ലാം ചെയ്യുമെന്ന് വീഥി തോറും വഴി നീളെ വിളിച്ചു പറയേണ്ട അവസ്ഥയും ഹാമാന് വന്നു. വചനം പറയുന്നത് നമ്മൾ കേട്ടത്, ഹൃദയ വിചാരത്തിൽ ദൈവത്തിന്റെ ഭുജമാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ അത് ബാധിക്കുന്ന ഇടമെന്ന് പറയുന്നത് ഏറ്റവും മുഖ്യമായിട്ടും ഹൃദയ വിചാരത്തിൽ അഹങ്കരിച്ചിരിക്കുന്നവനെ ആയിരിക്കും. മനുഷ്യന്റെ ബുദ്ധിക്ക് ഒരിക്കലും ചിന്തിക്കാൻ സാധിക്കാത്തതായിരിക്കും പ്രവർത്തിക്കുന്നത്. ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ ഓർത്തുകൊള്ളണം. അതായത് ഇവിടെ നമ്മൾ വചനത്തിൽ കേട്ടത്, അവൻ തന്റെ ഭുജം കൊണ്ട് അവൻ ബലം പ്രവർത്തിച്ചു, ഹൃദയ വിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചെതറിച്ചിരിക്കുന്നു. ദൈവത്തിന്റെ ഭുജമാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ നിശ്ചയം ഒരിക്കലും മനുഷ്യബുദ്ധിക്ക് ഒതുങ്ങാത്ത ഒരു പ്രവൃത്തിയായിരിക്കും ദൈവം ചെയ്യുന്നത്. മാത്രമല്ല, ആ സംഭവത്തിൽ ആരെല്ലാം ഹൃദയ വിചാരത്തിൽ അഹങ്കാരത്തോടെ ഇരിക്കുന്നുണ്ടോ അവരെയൊക്കെയും ചെതറിച്ചു കളയും. ഇത് തന്നെയാ ചെങ്കടലെങ്കിലും സംഭവിച്ചത്. ഫറവോൻ കൂട്ടരും പറഞ്ഞതെന്നാണെന്നറിയോ? ഇപ്പൊ അങ്ങ് ഓടിച്ചെന്ന് അവരെ അങ്ങോട്ട് ഇല്ലാതാക്കി കളയാൻ സാധിക്കുമല്ലോ, നമ്മളെന്തിനാ വിഷമിക്കുന്നേ? ഫറവോൻ പറഞ്ഞ വാക്യം, മിസ്രൈം ജനം പറഞ്ഞ വാക്യം ഒന്ന് ഓർക്കണം. പുറപ്പാട് പുസ്തകം 15-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നതെന്നറിയോ? അവര് ആ രംഗം ഓർക്കണം. മിസ്രൈമിൽ നിന്ന് എല്ലാവരും അപ്പം പൊളിക്കുന്നതിന് മുമ്പ് എടുത്തു പാത്രങ്ങളുമായിട്ട്, കിട്ടിയ ആഭരണങ്ങളുമായിട്ട്, പാത്രങ്ങൾ എല്ലാം ഭാണ്ഡക്കെട്ടും ഒക്കെ ആയിട്ട് ഓടുക. എത്ര ലക്ഷങ്ങളാ! ഇതെല്ലാം ഓടി അവിടെ വരുമ്പോഴേക്കും കുഞ്ഞുങ്ങളുണ്ട്, ഗർഭിണികളുണ്ട്, കുഞ്ഞു കുട്ടികളുണ്ട്, വൃദ്ധന്മാരുണ്ട്. മറ്റവർക്ക് ധൈര്യമില്ലേ? മറ്റവർ വരുന്നത് ആരാന്നറിയോ? നല്ല യോദ്ധാക്കന്മാര്, മിടുക്കന്മാര്, യൗവനക്കാര്. അപ്പോ അപ്പുറത്ത് ചെങ്കടല് അതിന്റെ കരയ്ക്ക് വന്ന് കുടുങ്ങിയിരിക്കുന്നു എന്ന് അവര് വിചാരിച്ചേ. ആര് വിചാരിച്ചത്? മിസ്രൈമിലെ ഫറവോനും കൂട്ടരും അവിടുത്തെ ജനവും ആ പിന്തുടർന്ന യോദ്ധാക്കളും വിചാരിച്ചത് അങ്ങനെയാണ്. കാരണം അവർ ശക്തന്മാരായ, പരിചയം, വാളും കുന്തവും ഒക്കെ എടുത്ത് വീരന്മാരല്ലേ. ഇവരൊന്നുമില്ലാതെ ഒരു രാജ്യത്തുനിന്ന് ഓടിപ്പോകുന്ന അഭയാർത്ഥികളാണ്. ഇത് വന്നപ്പോഴേക്കും അവർ പറഞ്ഞ വാക്കോർത്തുകൊള്ളണം. ആര്?
അവരോട് ചെങ്കടലിലേക്ക് ചെല്ലട്ടെ. അവർ പറഞ്ഞ വാക്ക് ഞാൻ പിന്തുടരും. ഞാൻ പിന്തുടരും. ഫറവോൻ പറഞ്ഞ വാക്കാ. ഫറവോനും സൈന്യവും പറഞ്ഞ വാക്കാണ്, ഞാൻ പിന്തുടരും, പിടിക്കും അവരെ. ഞാൻ പിടിക്കും, ഓരോന്നിനെ പിടിക്കും. എന്നിട്ട് എന്ത് ചെയ്യുന്നറിയാവോ? കൊള്ള പങ്കിടും. ഓരോരുത്തരെയും, ഇവരെല്ലാവരെയും അടിമകളാക്കി. 6,00,000 പരം പുരുഷന്മാരെങ്കിൽ എല്ലാവരെയും പിടിച്ചുകൊണ്ടുവന്ന് മിസ്രൈമിലെ സകല ജനത്തിനും അടിമകളാക്കി. നിനക്ക് വേണ്ട എത്ര പേര് വേണം? 10 പേര് അല്ലെങ്കിൽ 15 പേര്, നീ എടുത്തോ. അവൻ്റെ ആഭരണങ്ങളും അവൻ്റെ സ്വത്തുക്കളും അവൻ്റെ സമ്പാദ്യം മുഴുവനും അത് നിനക്കെന്ത്? ഇങ്ങനെ ഞാൻ പിന്തുടരും, പിടിക്കും, കൊള്ളയിടും. അവൻ്റെ ഹൃദയത്തിൽ പറഞ്ഞതാ. ദൈവത്തിൻ്റെ വചനം പറയുന്നത്, ദൈവത്തിൻ്റെ ഭുജം വെളിപ്പെടുന്ന ദൈവത്തിൻ്റെ ഭുജം വെളിപ്പെടുന്ന സമയത്ത് മനുഷ്യൻ്റെ ബുദ്ധിക്ക് ഒരിക്കലും ഒതുങ്ങാത്ത കാര്യമായിരിക്കും സംഭവിക്കുന്നത്. അത് നിശ്ചയമായിട്ടും ബാധിക്കുന്നത് ഹൃദയ വിചാരത്തിൽ അഹങ്കരിച്ചിരിക്കുന്നവരായിരിക്കും. അതാ ഹാമാന് സംഭവിച്ചത്. അത് തന്നെയാണ് ഇവിടെ മിസ്രൈമി സൈന്യത്തിന് സംഭവിക്കുന്നത്. ഞാൻ പിന്തുടരും, പിടിക്കും, കൊള്ള പങ്കിടും. എൻ്റെ ആശ അവരാൽ പൂർത്തിയാകും. കുറേ നാളായി ഇത്രയും യുദ്ധങ്ങളും കാര്യങ്ങളും ഒക്കെ നടന്നിട്ടും സമ്പത്തൊന്നുമില്ല, വലിയ കാര്യത്തിൽ സമ്പാദ്യമൊന്നുമില്ല. ഇന്ന് ഞാൻ അവരെ പിടിക്കും, പിന്തുടർന്ന് പിടിക്കും, കൊള്ള പങ്കിട്ട് എൻ്റെ ആഗ്രഹം അവനാൽ സാധ്യമാകും. ഈ സാധുക്കളെ കൊള്ളയും ദൈവജനത്തെ കൊള്ളയിട്ട് അനുഭവിക്കുന്ന കാര്യമാണ് അവർ ചിന്തിക്കുന്നത്. അവരുടെ ഹൃദയത്തിലെ ചിന്ത അതാ. ഞാൻ എൻ്റെ വാൾ ഊരും, എൻ്റെ കൈ അവരെ നിഗ്രഹിക്കും, കൊന്നുകളയും എന്ന് ശത്രു പറഞ്ഞ കാര്യങ്ങളാ ദൈവത്തിന്റെ വചനം പറയുന്നത്. അവരെങ്ങനെ നശിച്ചെന്നാ വായിച്ചേ. ദൈവം ചെയ്തു, നിന്റെ കാറ്റിന് മഹത്വമുള്ള ഭുജത്തിന്റെ പ്രവർത്തനം വന്നപ്പോൾ പറഞ്ഞു, നിന്റെ മഹത്വമുള്ള നിന്റെ കാറ്റിനെ നീ ഊതിച്ചു, കടല് അവരെ മൂടി. ഹൃദയ വിചാരത്തിൽ അഹങ്കരിച്ചിരിക്കുന്നവരെ കടല് മൂടി. ഒരു കല്ല് വെള്ളത്തിലിടുക, തടിക്കഷ്ണം വെള്ളത്തിലിടുക, ഈയം വെള്ളത്തിലിടുക, ഇരുമ്പ് കഷ്ണം വെള്ളത്തിലിടുക. ഏറ്റവും ആദ്യം അടിയിൽ ചേർന്ന ഏതാ? ഈയമായിരിക്കും. അതിൻ്റെ ഡെൻസിറ്റി അങ്ങനെയാണ്, അതിൻ്റെ തൂക്കം, ഖനം അങ്ങനെയാണ്. ഈ വചനം പറയുന്നത്, ദൈവം തൻ്റെ കാറ്റൂതിച്ചു, കടലിനെ തിരികെ വരുത്തിയപ്പോൾ ഈയം പോലെ ഈ വന്ന ഹൃദയ വിചാരത്തിൽ അഹങ്കരിച്ചിരിക്കുന്നവരെല്ലാവരും എവിടെ വീണു? പെരുവെള്ളത്തിൽ വീണു. അവർ ഈയം പോലെ പെരുവെള്ളത്തിൽ താണു. യഹോവേ, ദേവന്മാരിൽ നിനക്ക് തുല്യനാ. വിശുദ്ധിയിൽ മഹിമയുള്ളവനെ, സ്തുതികൾ ഭയങ്കരനെ, അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനെ, നിനക്ക് തുല്യനാർ. നീ വലങ്കൈ നീട്ടി ഭൂമി അവരെ വിഴുങ്ങി. നീ വീണ്ടെടുത്ത ജനത്തെ ദയയാൽ നടത്തി, നിന്റെ വിശുദ്ധ നിവാസത്തിലേക്ക് നിന്റെ ബലത്താൽ അവരെ കൊണ്ടുവന്നു. ദൈവത്തിന്റെ പ്രവൃത്തിയാണ് കർത്താവിന്റെ വചനം പറയുന്നത്. യഹോവയുടെ ഭുജം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു? ഞങ്ങൾ കേൾപ്പിച്ച ആർ വിശ്വസിച്ചിരിക്കുന്നു? യഹോവയുടെ ഭുജം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു? അത് വെളിപ്പെടുമ്പോൾ ഓരോ സന്ദർഭങ്ങളും പറഞ്ഞാൽ യഹോവയുടെ ഭുജം എന്ന് പറയുന്നത് കർത്താവ് തന്നെയാണ്, യേശു തന്നെയാണ്, ക്രിസ്തു തന്നെയാണ്. കാലാകാലങ്ങളിൽ അത് വെളിപ്പെടുകയാണ്. മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ അത് വെളിപ്പെട്ടു. തൻ്റെ ജനം ഉണങ്ങിയ നിലത്തുകൂടി മരുഭൂമിയിൽ പ്രവേശിച്ചു. ഹൃദയവിചാരത്തിൽ അഹങ്കരിച്ചിരിക്കുന്നവർ മുങ്ങി നശിച്ചു. ഹാമാന്റെ കാലത്ത് ദൈവത്തിന്റെ ഭുജം പ്രവർത്തിച്ചു. തൻ്റെ ദാസനായ മൊർദെഖായിയെ ദൈവം മാനിച്ചു. ഹാമാനും കുടുംബവും നശിച്ചു. ഇവിടെ നമ്മൾ ചിന്തിക്കുന്നതെന്നറിയാമോ? മറിയ പറയുകയാണ്, ദൈവത്തെ ഭയപ്പെടുന്നവർക്ക് അവൻ്റെ കരുണ തലമുറയായിട്ടിരിക്കുന്നു. തൻ്റെ ഭുജം കൊണ്ട് അവൻ ബലം പ്രവർത്തിച്ചു. ഹൃദയ വിചാരത്തിൽ അഹങ്കരിച്ചിരുന്നവരെ ചിതറിച്ചു. പണ്ടത്തെ ഒരു ഇസ്രായേലിൻ്റെ ഒരു സ്വഭാവമാണ്. ദാവീദിന്റെ സന്തതിയിൽ നല്ല യോഗ്യമായൊരു കുടുംബത്തിലൊരു പെൺകുട്ടി ഉണ്ടായാൽ, ഒരു കന്യക ഉണ്ടായാൽ, അവളെ കന്യകയായിട്ട് തന്നെ നിർത്തി
വിശുദ്ധീകരിച്ച് അവൾക്ക് വേണ്ടി ദൈവത്തിന് മുമ്പാകെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക എന്നുള്ളത്. അവള് ഉപവാസവും വ്രതവുമായിട്ട് തന്നെ ദൈവസന്നിധിയിൽ കഴിച്ച് മുമ്പോട്ട് പോകാം. എന്താണെന്നറിയോ? ആർക്കറിയാം, ദൈവം കരുണ തോന്നി മശിഹ വന്ന് ആ കന്യകയിൽ ജനിക്കുവാണെങ്കിൽ എന്താ സ്ഥിതി? ഈ ആഗ്രഹം മുഖാന്തരമാണ്. എന്നാൽ അനേക മനുഷ്യർ നോക്കുമ്പോൾ ദാവീദിന്റെ കുടുംബത്തിലും ഗോത്രത്തിലും മശിഹ വന്ന് ജനിക്കാൻ ഏത് ഗോത്രമാണ്? അതിന് മതിയായതാരാ? അനേകർക്ക് തങ്ങൾ തന്നെ മതിയായവരായി തോന്നി. മറിയയ്ക്ക് തോന്നിയില്ല. മറിയയ്ക്ക് തോന്നിയില്ല. ദൂതൻ മുഖാന്തരം അരുളപ്പാട് ലഭിച്ചപ്പോൾ, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം എന്ന് പറഞ്ഞപ്പോൾ, ഇതെന്തൊരു വന്ദനം! അവളോട് ദൂത് പറഞ്ഞപ്പോൾ, അയ്യോ, ഞാൻ പുരുഷനെ അറിയായിക, ഇതൊക്കെ എങ്ങനെ സംഭവിക്കും? പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും, ഉത്ഭവിക്കുന്ന പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ഞാൻ കർത്താവിൻ്റെ ദാസി, തിരുവചനം പോലെ അടിയിൽ നിന്ന് വർത്തിക്കപ്പെടുമാറാകട്ടെ. എത്രയോ പേര് ഹൃദയ വിചാരത്തിൽ അഹങ്കരിച്ചിരുന്നു. തങ്ങളായിരിക്കണം. അനേകർ അവിടെ എങ്ങും നിന്നില്ല. കാര്യം കർത്താവിൻ്റെ ഭുജം പ്രവർത്തിച്ചപ്പോൾ അത് മറിയയുടെ വീട്ടിലെത്തി, മറിയയുടെ ജീവിതത്തിലെത്തി. നമ്മളിന്ന് ചിന്തിക്കുന്നത് എന്തിനാണെന്നറിയാമോ? ഇതാ കർത്താവിൻ്റെ വരവ്. കർത്താവ് പാപം കൂടാതെ പാപങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കിയതിന് ശേഷം തൻ്റെ ജനത്തിനു വേണ്ടി വരാൻ പോകുന്നു. ആ സമയത്ത് നിശ്ചയം കൊണ്ട് ഈ ലോകത്തിൻ്റെ ആരംഭം മുതൽ കർത്താവിൻ്റെ ഭുജം പ്രവർത്തിച്ച പ്രവൃത്തി തന്നെ ഒരു പ്രാവശ്യം കൂടി പ്രവർത്തിക്കാൻ പോവുക. ആ ഭുജം ഒന്ന് വെളിപ്പെടാൻ പോവുക. ഓർക്കേണ്ടത്, ഒരിക്കലും ഹൃദയ വിചാരത്തിൽ അഹങ്കാരം പാടില്ല. അഹങ്കാരം പാടില്ല. ഇവിടെ നിന്ന് കർത്താവ് ലോകത്തെ ജയിച്ചതിന് ശേഷം കർത്താവ് കൽപ്പിച്ച പ്രവൃത്തിയുടെ അവസാനം ചെയ്ത് കർത്താവ് കൊണ്ടുപോയി യേശു ഇരുന്നത് പോലെ അവൻ്റെ സിംഹാസനത്തിൽ കൊണ്ടുപോയി എന്നെയും ഇരുത്തുമെന്ന് ആശിക്കുന്നത് നല്ലതാ. അതിന് ഞാൻ യോഗ്യനായിട്ടെണ്ണിയാൽ അത് പ്രസാദമാകുമോ? സ്വന്തം ഹൃദയത്തിലേക്ക് നോക്കുന്നവന് വേറെ എങ്ങോട്ടും നോക്കണ്ട, തന്നിലേക്ക് തന്നെ നോക്കിയാൽ മതി. ദാവീദ് പറഞ്ഞ പോലെ, ഞാൻ ഇനിയും എൻ്റെ കാഴ്ചയ്ക്ക് ഹീനനും എളിയവനുമായിരിക്കും. പെട്ടകത്തിന് മുമ്പിൽ കിടന്ന് തുള്ളിപ്പോ. മീഖള് പരിഹാസ്യം പറഞ്ഞു. ഇന്ന് തൻ്റെ ദാസിമാർ കാണെ തന്നെത്താൻ അനാവൃതനാക്കിയ ഇസ്രായേൽ രാജാവ് എത്ര മഹത്വമുള്ളവൻ! നിസ്സാരന്മാരിൽ ഒരുവൻ തന്നെത്താൻ അനാവൃതനാക്കുന്നത് പോലെ തൻ്റെ ദാസിമാർ കാണെ തന്നെത്താൻ അനാവൃതനാക്കിയ ഇസ്രായേൽ രാജാവ് എത്ര മഹത്വമുള്ളവൻ! കളിയാക്കിയതാ, പരിഹസിച്ച. അതിനപ്പുറം പരിഹാസം തന്നെ ഉള്ളത്. കാരണം പെട്ടകത്തിന് മുമ്പിൽ തുള്ളണം കണ്ടു കഴിഞ്ഞപ്പോഴേ മീഖലിനത് മോശമായി. രാജപദവിയിൽ ഒരു സിംഹാസനത്തിൽ ഇരുന്നതിന് ശേഷം ആ സിംഹാസനം എല്ലാവരും എടുക്കാൻ പറഞ്ഞ് അങ്ങ് കൊണ്ടുവരേണ്ട കാര്യമുള്ളൂ. അതിന് കിടന്ന് ഡാൻസ് ചെയ്ത് നാണക്കേട്, മനുഷ്യന് പുറത്തിറങ്ങാവോ? മീഖലിനത് തീരെ ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ ദാവീദ് പറഞ്ഞ വാക്യം വേറെയാ. എന്തെന്നാൽ തൻ്റെ ജനമായ ഇസ്രായേലിന് പ്രഭുവായിരിക്കാൻ
നിന്റെ അപ്പനേക്കാൾ കൂടുതൽ എന്നെ തിരഞ്ഞെടുത്ത യഹോവയുടെ മുൻപാകെ, അതെ, യഹോവയുടെ മുൻപാകെ ഞാൻ നൃത്തം ചെയ്യും. ഞാൻ ഇനിയും എൻ്റെ ദൃഷ്ടിക്ക് ഇതിലും ഹീനനും ഇതിനും എളിയവനുമായിരിക്കും. പിന്നെ നീ പറഞ്ഞ ദാസന്മാരും അവരുടെ ദാസിമാരും ഉണ്ടല്ലോ, അവരുടെ മുമ്പിൽ എനിക്ക് മഹത്വവും ഉണ്ടാകും. യേശു പറഞ്ഞതുപോലെ ഞാൻ എൻ്റെ മഹത്വം അന്വേഷിക്കുന്നില്ല. എൻ്റെ മഹത്വം അന്വേഷിക്കുന്ന ഒരുവനുണ്ട്. കർത്താവിന് സ്തോത്രം. ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ ഗ്രഹിക്കുന്നത് ഹൃദയ വിചാരത്തിൽ അഹങ്കരിച്ചിരിക്കുന്ന വലിയൊരു കൂട്ടം ഇന്ന് ദൈവത്തിൻ്റെ സഭയായി ഈ ലോകത്തിലുണ്ട് എന്ന് ഓർത്തുകൊള്ളണം. കൂട്ടി വായിക്കുക. ഒരു നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ നന്മ പൂർത്തിയാക്കുന്നതിന് മുമ്പ് ഏതെങ്കിലും ഒരു തിന്മ കൊണ്ടുവന്ന് അതിനെ കലക്കിക്കളയാൻ ശ്രമിക്കുന്നതും പലപ്പോഴും ശത്രു ജയിക്കുന്നതും അപൂർവ കാര്യമല്ല. ഇത്രയും വർഷങ്ങളായിട്ട് ക്രിസ്തീയ വിശ്വാസത്തിൽ കടന്നു വന്നതിന് ശേഷം 50-60 വർഷങ്ങളൊക്കെ പഴക്കം പറയുന്നു. ശരിയാ. ഒന്ന് ചിന്തിക്കുക, ഒരു ദിവസം ഞാൻ ദിവസം മുഴുവനും അവനിൽ പ്രത്യാശ വയ്ക്കുമെന്ന് വചനത്തിലുള്ളതുപോലെ ഒരു ദിവസം പൂർണ്ണമായിട്ട് ദൈവത്തിന് പ്രസാദമുള്ളത് മാത്രം ചെയ്തു, ചിന്തിച്ചു, സംസാരിച്ചു, അനുഭവിച്ചു എന്ന് പറയാൻ യോഗ്യതയുള്ളവനും പ്രാഗൽഭ്യമുള്ളവനും ആരെ ഉണ്ടായിരിക്കാം. എൻ്റെ പരാജയം ഞാൻ മറ്റുള്ളവരെ ബോധിപ്പിക്കണതിനാ. എനിക്ക് കഴിഞ്ഞിട്ടില്ല. ദൈവത്തിൻ്റെ വചനം പറയുന്നത് ഇടറിപ്പോകാത്തവൻ ഭാഗ്യവാൻ. ഇതാ കർത്താവിൻ്റെ വരവിങ്കൽ വലിയൊരു ഇടർച്ചയ്ക്കുള്ള സംഗതി ഒരുക്കി ശത്രു എല്ലാറ്റിൻ്റെയും ഹൃദയത്തിൽ വിചാരത്തിൽ അഹങ്കരിക്കുന്ന അവസ്ഥയിലായിരിക്കുക. അത് സംഭവിക്കാതിരിപ്പാൻ ദൈവത്തിന് മുമ്പാകെ മോശ പറഞ്ഞതുപോലെ 40 വർഷമായല്ലോ ഞാൻ ഈ ആടുകളെ മേയിച്ചു വരുന്നു. ഇന്ന് കർത്താവ് എനിക്ക് പ്രത്യക്ഷപ്പെട്ടല്ലോ. ഇത്രയും വിലയേറിയ ദൂതുകളൊക്കെ പറഞ്ഞല്ലോ. എനിക്ക് വലിയ വലിയ വാക്കുകളൊക്കെ കർത്താവ് തന്നല്ലോ. പക്ഷേ എനിക്കൊരു വ്യത്യാസമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. കർത്താവ് പറഞ്ഞല്ലോ ഞാൻ ഫറവോന്റെ കയ്യിൽ നിന്ന് അവരെ വിടുവിക്കാൻ പറ്റുമെന്നു. ശരി, സമ്മതിച്ചു. പക്ഷേ എനിക്ക് തോന്നണ്ടേ? നീ ഇത്രയും കാര്യങ്ങൾ എന്നോട് സംസാരിച്ചതിന് ശേഷവും ഞാനിപ്പോഴും വിൽക്കനാ. എൻ്റെ ഹൃദയത്തിലേക്ക് നോക്കുമ്പോൾ ഞാൻ ആരാണെന്ന് എനിക്കറിയാം. ഉത്തമനാരെന്ന് ഉടയവൻ തീരുമാനിക്കണം. യോഗ്യനാരെന്ന്, തൻ്റെ അടുക്കൽ കൂടി വരുവാൻ യോഗ്യനാരെന്ന് ദൈവം തീരുമാനിക്കണം, മനുഷ്യനല്ല. ഹൃദയ വിചാരത്തിൽ അഹങ്കരിക്കുന്നവരൊക്കെയും തളടിയായി പോകുമ്പോൾ തൻ്റെ ജനത്തെ ശിഷ്യന്മാര് സഹോദരി മക്കളുടെ അമ്മ വന്നേച്ച് പറഞ്ഞു, ഞാനൊരു കാര്യം ചോദിക്കാൻ വന്നു. എന്താ വേണ്ടത്? ഞാനൊരു കാര്യം ചോദിക്കുന്നു. എൻ്റെ മക്കള് നിന്റെ മുഖത്ത് പ്രത്യക്ഷതയിൽ ഒരുവൻ വലത്ത് ഒരുവൻ എടുത്ത് വാങ്ങും. നിങ്ങൾ ചോദിക്കുന്നതിനെ നിങ്ങൾക്കറിയുന്നുണ്ടോ? ഞാൻ കുടിക്കുന്ന പാനപാത്രം നിങ്ങൾക്ക് കുടിക്കാൻ കഴിയുമോ? ഞാൻ ഏൽക്കുന്ന സ്നാനം ഏൽക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? അവർ പറഞ്ഞു കഴിയും, ഞങ്ങൾ കഴിയും. ഞാൻ കുടിക്കുന്ന പാനപാത്രം നിങ്ങൾ കുടിക്കും, ഏൽക്കുന്ന സ്നാനവും ഏൽക്കും. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇതാർക്കും ഒരുക്കിയിരിക്കുന്നുവോ അവന് കിട്ടും. ഇച്ഛിക്കുന്നവനാലല്ല, ഓടുന്നവനാലല്ല, കരണതൊന്ന് ദൈവസ്ഥാനത്തെ സർവ്വം സാധിക്കുന്നു. എങ്കിലും
ഇന്ന് നമ്മളിവിടെ ചിന്തിക്കുന്ന ചിന്ത ഓർത്തുകൊള്ളണം. ആ വരവിങ്കൽ ഇടറിപ്പോകാതിരിപ്പാൻ ഒന്ന് പരിശോധിക്കാൻ എന്നത് നഷ്ടമില്ലല്ലോ. വിട്ടുമാറാത്ത ദൈവഭയം, ഹൃദയ വിചാരത്തിൽ അഹങ്കാരമില്ലായ്മ, അത് ചെയ്യാലോ. സ്വന്തം കാഴ്ചയ്ക്ക് എളിയവൻ, ഇത് ചെയ്യാലോ. നിർണയം കർത്താവിൻ്റെ വാക്കലുള്ളത്. കർത്താവ് തീരുമാനിക്കട്ടെ, കർത്താവ് തീരുമാനിക്കട്ടെ. ഇടറിപ്പോകാതിരിപ്പാൻ ഉള്ളത് ചെയ്യാൻ കഴിവുള്ള ദൈവം തീരുമാനിക്കട്ടെ. ഒരു കാര്യം ചെയ്യണം, വിട്ടുമാറാത്ത ദൈവഭയം. ദൈവത്തെ ഭയപ്പെടുന്നവർക്ക് തലമുറയോളം കരുണയിരിക്കും. ഹൃദയ വിചാരത്തിൽ അഹങ്കരിച്ചിരിക്കുന്നവരെ ചിതറിക്കും. തൻ്റെ ഭുജം കൊണ്ട് അവൻ മഹത്വമുള്ള ബലം പ്രവർത്തിക്കുന്നു. ആ നാളിൽ ഇടർച്ചയില്ലാത്തവരായി ദൈവത്തിന് മുമ്പാകെ പ്രാഗൽഭ്യത്തോടെ നിൽക്കുവാൻ കർത്താവിൻ്റെ മഹത്വമുള്ള ഭുജം നമുക്ക് അനുകൂലമായിരിക്കട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.